വസുധ സെപ്റ്റംബർ 9 മുതൽ തിങ്കൾ മുതൽ വ്യാഴം വരെ രാത്രി 8 മണിക്ക് നമ്മുടെ കൗമുദി ടിവിയിൽ. ഒരു മിനിറ്റ് ഒന്നുകൂടി. ആദിവാസി ഊരിലെ കർഷക വിഭവങ്ങൾ പണ്ട് തിരുവിതാംകൂർ രാജകുടുംബത്തിന് നൽകുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. സോറി ഏട്ടാ. ആദിവാസി ഊരുകളിൽ കർഷക വിഭവങ്ങൾ പണ്ട് തിരുവിതാംകൂറിലെ രാജകുടുംബങ്ങൾക്ക് നൽകുന്ന ഒരു ചടങ്ങ് നിലനിന്നിരുന്നു. അത് ഇന്നും അതിന്റെ പാരമ്പര്യവും തനിമയും ഒത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് ഈയക്കോട് കൊടിച്ചില ഭാഗത്തുള്ള ആദിവാസി മേഖലയിലാണ്. എങ്ങനെയാണ് അവരുടെ ഓണാഘോഷമെന്നും ജീവിതശൈലിയെന്നും നോക്കിക്കാണാം. പോകാം. അത്ര പ്രകൃതി രമണീയമായൊരു ഈയങ്കോട് അല്ലെ, കൊടിച്ചില ഭാഗത്താണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. കാണുന്നത് പോലെ പ്രകൃതി രമണീയമായ അയ്യോ ആ ഭംഗിയാണ് ഇല്ലാത്ത. ഓക്കെ, നമ്മൾ ഈ കാണുന്നത് പോലെ ഒത്തിരി വീടുകൾ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പഴയ വീടുകൾ, പണ്ടത്തെ പാരമ്പര്യമൊക്കെ കൈക്കൊണ്ടുള്ള വീടുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓണത്തിന് ആദിവാസി മേഖലയിലുള്ളവർ രാജകുടുംബത്തിന് ഓണവിഭവങ്ങൾ എത്തിക്കുന്നത് പതിവുള്ള കാര്യമാണല്ലോ. ഈ വിഷയത്തിൽ ന്യൂസ് സ്റ്റോറി തയ്യാറാക്കാൻ കൗമുദി ന്യൂസിലെ ടീം അംഗങ്ങൾ ഒരു റിപ്പോർട്ടറെ ചുമതലപ്പെടുത്തുന്നു. എന്റെ പേര് ആരതി. ഇത് ആങ്കർ നമ്മള് മറ്റേ ചേട്ടനെ കുറിച്ചൊക്കെ പറയുന്ന ചേട്ടനെ കുറിച്ച് നമ്മൾ പറയാൻ പോവുകയാണ്. ഇനി ഈ റിപ്പോർട്ടർക്ക് സംഭവിക്കാൻ പോകുന്ന പ്രാങ്ക് എന്തായിരിക്കും? കാണാം. ഓ മൈ ഗോഡ്. പടം പിടിക്കണേ അവര് വന്നാ കരടി പിടിച്ച ചികിത്സയിലാണ്. അത് നമ്മളെ നാട്ടുമരുന്നുണ്ട്, വൈദ്യം ഉണ്ട്, നാട്ടുവൈദ്യമുണ്ട്. കരടി, ആന ശല്യമുണ്ട്, ഭയങ്കര ശല്യം. 2 ദിവസം ആയുള്ളൂ. അവനും മോനും കൂടെ വിറവിറക്കാൻ പോയി കാടിൻ്റെ ഭയങ്ങിയിരുന്ന. ഇങ്ങോട്ടൊക്കെ ഇറങ്ങാറുണ്ടോ? ഈ സ്ഥലത്തോട്ടൊക്കെ വരും? ഇഷ്ടംപോലെ വരും, ഇഷ്ടംപോലെ. വേറെ കരടി അല്ലാതെ ആന ഇവിടെ വാഴ പറിച്ചിട്ടുണ്ട്. എല്ലാം ഒരു സാധനം ഇവിടെ ഇടാൻ പറ്റൂല. കഴിഞ്ഞ ആഴ്ചയും വന്ന് തന്നെ കിടക്കണ. നിങ്ങളവിടെ ദൂരെ എന്നാ പറഞ്ഞ? കല്ലറ. കല്ലറ കേട്ടിട്ടുണ്ട്. കല്ലറ കേട്ടിട്ടുണ്ട്. ഞാൻ 11 വർഷം വന്നിട്ട് പാലക്കാടായിരുന്നു. ഇവിടെ ഞാൻ അവിടെ വെച്ച് പ്രേമമായിരുന്നു. അവളെ കുഞ്ഞമ്മ ഒരു വലിയമ്മ കുഞ്ഞമ്മ താമസിക്കുന്നു. അവിടെ വരുമായിരുന്നു. അവിടെ വന്ന് ഞാനൊരു പിന്നെ പ്രേമമായി അങ്ങനെ കെട്ടി. പിന്നെ അവിടെ ഒരു പ്രാവശ്യം മലയിടിച്ചിലൊക്കെ ഉണ്ടായി. ഭയങ്കര പ്രശ്നമാണ്. മലമ്പുഴ ഡാമിന്റെ ഒക്കെ ആൾക്കാരാ. 500 കോളനി കേട്ടിട്ടുണ്ടോ? അവിടെ മണ്ണിടിച്ചിട്ടുണ്ട്. അവളൊന്ന് തന്നെ ഒളിഞ്ഞു പോകുന്നു. അപ്പൊ ഇവക്ക് ഇവിടെ വസ്തുവൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങോട്ട് വന്ന് ഇതൊന്നൊരു വണ്ട് പോലെ ഇരിക്കുന്നു. ഇതിലാണ് പടം പിടിക്കുന്നത്. ഇതിന്റെ അകത്താണ് ചെണ്ട പടം വരുന്നത്. ഇതിലാണ് പിടിക്കുന്നത്. നിങ്ങൾ എല്ലാരെയും പിടിക്കും ഇതിന്റെ അകത്ത്. ഇതിന്റെ കൊള്ളു പിടിക്കും. എന്നിട്ട് വലിയ ടിവിയിൽ വരും. എല്ലാരും കാണും. ഏത് ടി വി വരും? പല കമ്പനിയില്ലേ ടി വി അല്ലെങ്കിലും വരും. അങ്ങനെ എന്താ അല്ലേ? ചാനലില് ഏത്? കൗമുദി. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. തേനൊക്കെ കിട്ടാറുണ്ടോ ചേട്ടാ? എടുക്കാറുണ്ടോ? കടലൊക്കെ പോയി അവർക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ ആവശ്യമുണ്ടായിരുന്ന കാട്ടിപ്പോയി തേനാണ് ഒന്നിടത്തിന്റെ ബാക്കിയെല്ലാം ഉണ്ടാടാ. ഉമ്മ പഠിക്കാൻ പോവേ ഇല്ല. കുരു ഇറക്കണ്ട, ചത്തൊന്നും പോവില്ല. ഇതാണ് ചേച്ചി മറ്റേ കൊക്കോ പൊടി പൗഡർ ചോക്ലേറ്റ് ഉണ്ടാക്കണത്. പറയട്ടെ, ഞാനിപ്പോൾ കഴിക്കുന്നത് കൊക്കോ ആണ്. എല്ലാ നാട്ടിലും അങ്ങനെ കിട്ടാറില്ല. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ കിട്ടുന്നൊരു സാധനമാണ്. അതിപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് മൂപ്പൻ തന്നിട്ടുണ്ട്. അത് ഞാൻ കഴിച്ചു നോക്കിയാണ്. നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ ഇത് ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. മൂപ്പൻ്റെ വിശേഷങ്ങളിലോട്ട് നമുക്ക് പോകാം. ചേച്ചി എന്ത് പറ്റി? അതായത് ഞാനും അപ്പൂസൂടി കാട്ടിൽ പോയതാ.
വിറക് വെട്ടാൻ. അപ്പോൾ കരടി വന്ന് അങ്ങനെ പറ്റിയതാ ഇതൊക്കെ. മോനും രക്ഷപ്പെട്ട് മരത്തിൽ കയറി. നമ്മൾ കരടി വരുമ്പോ നമ്മൾ അനങ്ങാതെ നിൽക്കണം. കരടി വരുന്നു. ശ്വാസം പോലും എടുക്കാതെ നിൽക്കണം. എന്നാ ജീവമില്ലാത്ത ഒരു വസ്തുവിനെ അത് ഉപദ്രവിക്കും. അതുകൊണ്ട് ശ്വാസം പിടിച്ച് നിന്നാ നമ്മളടുത്ത് വരയില്ല. വന്നാൽ പോലും അടുത്ത് വന്നിട്ടാണ് പോകും. നിന്ന് തറയിൽ കിടന്നാ മതി. തറയിൽ കിടന്നാ മതി. ചുള്ളിയുടെ പുറത്തേറി കിടന്നപ്പം ഈ മുറുമ്പന്തര മൂക്കിനകത്ത് വന്നാണ് അപ്പോൾ ഇവള് പൊട്ട തുമ്മിപ്പോയി. ശ്വാസം പിടിച്ചു. അപ്പാണ് അട്ട കയറും പോലെ അട്ട എന്നിട്ട് കുളയട്ട അറിയാം. കുളയട്ടയൊക്കെ കാടിച്ചു. ഞാൻ ചെന്നപ്പം ജീവം ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ മുരുമുപ്പായി പിന്നെ വൈദ്യനെയൊക്കെ കൊണ്ടുവന്ന് ശരിയാക്കി എടുത്തത്. മോനെങ്ങനെ രക്ഷപ്പെട്ട്? മരത്തിൽ കയറി കളഞ്ഞു. മരത്തിൽ കയറി മലയാളത്തിൽ ഭയങ്കര വിളിയായിരുന്നു. വിളിയും കേട്ടോണ്ടാണ് ആൾക്കാർ ഓടിയതല്ലേ. തൊമ്മൻകാണി നമുക്ക് വേണ്ടിയിട്ട് അവരുടെ ആഹാര രീതി പരിചയപ്പെടുത്താൻ പോവുകയാണ്. അവരെങ്ങനെയാണ് ആഹാരം ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ചേട്ടാ, ആഹാരം ഉണ്ടാക്കി കാണിക്കാം. മരിച്ചീനി രാജകുടുംബത്തെ ഓണാഘോഷ സമയത്ത് എപ്പോഴാണ് പോകുന്നത് നിങ്ങള്? നമ്മൾ ഓണത്തിന് ഒരാഴ്ച മുമ്പേ പോകും. ഒരാഴ്ച മുമ്പേ. ഓണത്തിന് 6 ദിവസം അതാണ് നമ്മളെ കണക്ക്. അതിന് മുമ്പേ നമ്മൾ പോകണം. 6 ദിവസം മുന്നേ പോകണം. അതായത് 7 ദിവസം കടന്ന് പോകാൻ പാടില്ല. അത് അങ്ങനെയാണ് പണ്ട് അതിലെ ആചാരമാണ്. എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത് അവിടത്തെ? കപ്പങ്ങ കൊണ്ടുപോകും, പിന്നെ കൊക്കോ, പിന്നെ ചവറക്കിഴങ്ങ് അറിയാം. കേട്ടിട്ടുണ്ട്. ചവറക്കിഴങ്ങ്, പിന്നെ ആറ്റുവള്ളി കേട്ടോ. ആറ്റുവള്ളി, ഉണ്ടപ്പരിപ്പുണ്ട്. ഉണ്ടപ്പരിപ്പ് നമ്മളെ നാട്ടില് കേട്ടോ. ഉണ്ടപ്പരിപ്പ് കേട്ടിട്ടുണ്ട്. രാജാവിന് ഭയങ്കര ഇഷ്ടമാണത്. അത് ഇപ്പം കൃഷിയില്ല, മഴ ആയിട്ടും കൃഷി ചെയ്യാൻ അതിന്റെ പരാതിയാക്കണം പോകുമ്പോ. പണ്ട് കാലം തൊട്ട് എങ്ങനെ പോകാറുണ്ടോ രാജകുടുംബത്തിൽ? ഞാൻ ഒരു ജനിച്ച ശേഷം പോയിട്ടുണ്ട്. ജനിച്ച ശേഷം വീട്ടുകാര് ഒക്കെ കൊണ്ടുപോകാറുണ്ടോ ഇങ്ങനെ? ഞാൻ ജനിച്ച ശേഷവും അല്ല, ചേട്ടന്റെ വീട്ടുകാര് അച്ഛനും അമ്മയും? അച്ഛനും അമ്മയൊക്കെ എന്നെ ചെറുതിലേക്ക് അപ്പൊ ഓർമ്മയില്ല. നമ്മള് പാലക്കാട് നിന്നിട്ട് കൊച്ചിൽ ഒടുവില് പൊടിയായിരുന്നു. അപ്പൊ കുഞ്ഞായിരുന്നപ്പോ കൊണ്ടുപോയാണ് എൻ്റെ അച്ഛനെ. പിന്നെ ഓർമ്മയൊന്നുമില്ല. പിന്നെ 11 വർഷം ഇവിടെ വന്ന ശേഷമാണ് ഞാൻ പോകുന്നത്. അവിടെ പോകുന്നത് അത് എല്ലാവർക്കും പോകാൻ പറ്റൂല. ആർക്കൊക്കെയാണ് അത് പോകാൻ പറ്റുന്നത് രാജകുടുംബത്തിലോട്ട്? നമ്മളെ സമുദായത്തിനകത്ത് കഴിച്ചോ നമ്മളെ സമുദായത്തിനകത്ത് കുറിച്ചി തലൈവർ, അങ്കനവാവ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. അതിനെയൊക്കെ പറ്റി പഠിക്കാനുണ്ടായിരുന്നു. സമുദായമാണ്, കായല്ല, മനസ്സിലായി. സമുദായമാണ്. അപ്പോൾ ആ സമുദായത്തിൽപ്പെട്ടാണ് ഞങ്ങൾക്ക് അവരെ രാജാവിനെ കാണാൻ പറ്റും. അവരെങ്ങനെയാണ് സ്വീകരിക്കുന്നത് നിങ്ങളെ ചെല്ലുന്ന സമയത്ത്? നമ്മൾ അവിടെ പോകുമ്പോൾ അവിടെ നിന്ന് ആൾക്കാർ വരും. എന്നിട്ട് മറ്റേ നീളമുള്ള വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടിയിൽ വന്ന് നമ്മളെ കയറ്റി കൊണ്ടുപോകും. അവരിവിടെ വന്ന് കൊണ്ടുപോകുമോ? നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ വനമാർഗം നടന്ന് കോട്ടൂര് പോകും. വനമാർഗം നടന്നു പോകും. നടന്ന് ഇവിടെ നിന്ന് ഏകദേശം 20 മൈൽ ദൂരമുണ്ട്. അത് നടന്ന് നമ്മൾ പോയി അവിടെ വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അവിടെ ചെന്നിട്ട് സ്വീകരണമൊക്കെ ഉണ്ടായിരിക്കുമോ നിങ്ങൾക്ക്? സ്വീകരണം എന്തോ കുറെ കറിയൊക്കെ വെച്ച് എന്തിനെന്നു ചൂട് നമ്മളൊക്കെ കഴിച്ചിട്ടില്ല. അവിടെ നിൽക്കാറുണ്ടോ? ഇത് കൊടുത്തിട്ട് അപ്പോഴേ തിരിച്ചു വരാറുണ്ട്? നിൽക്കില്ല. ഇല്ല. നമ്മൾ നിന്ന ഇവിടെ വരുമ്പോ നമ്മളെ കുടിയാണ് വലുത്. നമ്മളെ കുടി വലുത്. പിന്നെ പണ്ട് മുതലേ പോയ ഒരു ദിവസം അവിടെ പോയി രാജ്യമൊക്കെ കണ്ട് സന്തോഷമായിട്ടിരുന്ന് ആഹാരവും കഴിച്ച് അവരൊപ്പം ഇരുന്ന് ആഹാരമൊക്കെ കഴിച്ച് നമുക്ക് പട്ടും പുടവൊക്കെ തരും. പട്ടും പുടവയും തരും. വേറെ എന്തെങ്കിലും? വേറെ വാഴയ്ക്കപ്പം അല്ലേ? അങ്ങനെ അല്ലേടേ, വാഴയ്ക്കപ്പം ഒന്നല്ലേ അപ്പൂസിന് ഇഷ്ടം? പഴത്തിലുണ്ടാക്കണല്ലേ? വാഴയ്ക്കപ്പം തരും. വാഴയ്ക്കപ്പം അതൊക്കെ തന്ന് ചോറൊക്കെ കഴിച്ച് വൈകിട്ടാകുമ്പോൾ നമ്മളെ കൊണ്ട് പോട്ടൂരാക്കും. തിരിച്ച് വീണ്ടും കാട്ടിൽ ഇവിടെ രാത്രി 10-12 മണിയൊക്കെ എത്തുമ്പോ നമ്മളിപ്പോ പന്തമുണ്ട്. പിന്നെ വില്ലിരിക്കണുണ്ടോ? വില്ലൊക്കെ ഉണ്ടല്ലേ? ഇതൊക്കെ കൊണ്ട് ജീവിക്കാൻ പറ്റൂ ചേട്ടാ. ഇതുകൊണ്ടാണ് കാട്ടിൽ കൂടെ പോകുന്നത്. ഇതും കൊണ്ട് പോകും. അപ്പം വന്യമൃഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെന്ന് രക്ഷിക്കും. ചേട്ടൻ ഇത് ചെയ്യാറുണ്ടോ? അവൻ ചെയ്യോ, നല്ലപോലെ ചെയ്യോ? ഇതില് ഉണ്ടൻ കല്ലുണ്ട്, ഉണ്ടൻ കല്ല്, അത് വെച്ചോര് അവൻ ചെയ്യും.
കല്ല് വെച്ചിട്ട് എല്ലാം പഠിച്ചു കൊടുത്തിട്ടുണ്ട്. അവന് എപ്പോഴും അപ്പൂസിന് എപ്പോഴും അത് തന്നെ. അമ്പ ചെയ്യണോ? അത് അവൻ കാണിച്ചു തരും. ഞാൻ നോന്നു മരിച്ചുകൂടിയില്ല കമ്പ് കാണാ. മരിച്ചുകൂടിയില്ല കാണിക്ക്. ദമ്പായിട്ട് ഉപയോഗിക്കും. അങ്ങനെ വെച്ചുകൂടാ. ഇത് മരിച്ചുകൂടി കമ്പ്. ഇത് വിഷക്കമ്പാണ്. ഇത് എവിടെയാ? ഇങ്ങനെയാണോ? എടാ ഇപ്പോഴത്തെ കാണിച്ചു വിടാ. ഇനി വാ ഇവിടേക്ക്. ഇങ്ങനെ ഇത് ഇവിടെ വരണം. എന്നിട്ട് ഞാൻ കല്യാണം എടുക്കണം. നീ ആ വണ്ടിയിൽ അടിക്കല്ലോ, മുമ്പോട്ട് അടിക്കും. ശ്രീമറേട്ടാ ഇതെവിടെ? ഇങ്ങനെ പിടിച്ചാൽ എന്നിട്ട് പിടിച്ച് വലിച്ചു വിടണ. പോവോന്ന് അറിയില്ല. വിട്ടോക്കട്ടെ. പോയി ചേച്ചീനി ഇവിടെ മറ്റേ കരിനെല്ല് കിട്ടുമെന്നൊക്കെ പറയുന്നു. ഓ കരിനെല്ല് കാണാൻ ആ കഴുന്നല്ലുണ്ട്. എടാ പൊളിച്ചു വരുന്ന കഴുന്നലിഞ്ഞട് അത് വൃത്തിയായിക്കൊണ്ടിരുന്ന കുറച്ച് കൊണ്ട് പോകുമ്പോൾ തമ്പ്രാനെ കൊണ്ടുപോകണം. ഇത് എങ്ങനെയാണ് എടുക്കുന്നത്? ഇതൊക്കെ ഞങ്ങള് ഇങ്ങനെ കണ്ണിന് പറിച്ച് നെല്ലിന് കരുന്നുണ്ട് പറിച്ച് 7 ദിവസം 8 ദിവസം ഉപ്പിലിട്ട് വയ്ക്കും. ഉപ്പിലിട്ട് വെക്കും. നാരങ്ങ അച്ചാറൊക്കെ ഇടും പോലെ ഉപ്പിട്ട് വെച്ചിട്ട് ഇതിന് ആനപ്പിണ്ടോ ആനപ്പിണ്ടല്ലേ ആനപ്പിണ്ടം എന്ത് ഔഷധമുള്ള ആനപ്പിണ്ടം ഒരു പാത്രത്തിൽ കലക്ക് അതിലിട്ടെങ്കിൽ 2 ദിവസം. അത് കഴിഞ്ഞിട്ട് അതിനെ എടുത്ത് നമ്മളെ വെള്ളമുണ്ട്, ആറ്റിലെ വെള്ളം, ഒഴുക്ക് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കും. ഈ കാണുന്നത് പോലെ കരുന്നില് രാജാവിന് കൊടുക്കാൻ വേണ്ടിട്ട് അവരെ നിർമ്മിക്കുന്നത് ഒന്നാണ്. അത് കഴിച്ചു നോക്കോ, കഴിച്ചു നോക്കോ. ആനപ്പിണ്ടത്തിന്റെ വിഷയൊന്നും വേണ്ട, നല്ലത് തന്നെ. കഴിക്കട്ടെ? കഴിച്ചോ. രുചിയല്ലേ? കത്തിക്കട്ടെ ഏട്ടാ. കത്തിയാ തീ കത്തിയാ? ഓ ചേട്ടാ ഞാൻ കുക്കൊക്കെ ചെയ്യും. ഒന്നുമില്ല ഏട്ടാ, ഞാൻ ഇതൊക്കെ വയ്ക്കൂന്ന് പറഞ്ഞത്. വെറുതെ പറയുന്നത്. ഈ മരിച്ചുനീല പീസ് കൊണ്ട് അവിടെ കെട്ടിയിട, അല്ലെങ്കിൽ ഇപ്പത്തെ ചാടും. കാട്ടുപോത്ത് ചാടാതിരിക്കാനാണോ അത് കെട്ടിയിടുന്നത്? മരിച്ചിനിയാ മരിച്ചിനി ഇപ്പൊ കൊണ്ടുപോയി. മരിച്ചിന് കൊണ്ടുപോയത് പന്നി, മ്ലാവ് കേട്ടുണ്ടോ, പിന്നെ കരടിക്ക് മരിച്ചിനി കൂടെ ഒരു കരുവാടോടെ ചുട്ട് നമ്മൾ കെട്ടി തൂക്കും. അപ്പൊ ഇത് കരുവാട് കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ മണം പിടിക്കാൻ പാടാണ്. മോളിൽ പോയിട്ട് ആ കരനെല്ലിന്റെ ബാക്കി അവിടെ ഉണ്ടെന്ന് പറഞ്ഞു, കുറെ കൂട്ടിയിട്ടിരിക്കുന്നു. അപ്പൊ ഞാനൊന്ന് നോക്കിയിട്ട് വരാം, പെട്ടെന്ന് വരാം. ആ പാച്ച് കൊണ്ടേ കര മണ്ണെല്ലാം അതെല്ലാം കാണിച്ചു കൊടുക്കും. ഞാൻ പോയിട്ട് വരാം, പെട്ടെന്ന് വരാം. നീ നോക്കി നല്ലപോലെ മാനേജ് ചെയ്യണേ. ചേട്ടാ അവിടെ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് ആരും സഹായിക്കാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? 11 വർഷം മുമ്പേ നമ്മൾ അവിടെ നിന്ന് താമസം മാറി ഇവിടെ നാട്ടിൽ വരാൻ സമയത്ത് കുറെ ആൾക്കാർ വന്ന് പറഞ്ഞ് വീടൊക്കെ വെച്ച് തരാൻ. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല, നമ്മളെ സ്ഥലം എല്ലാം പോയി. എല്ലാരും ആരുമില്ല. ചേട്ടാ വിഷമിക്കണ്ട ചേട്ടാ, എല്ലാം ശരിയാവും. ഞങ്ങളെല്ലാരും ചേട്ടൻ്റെ ഒപ്പം നിങ്ങളെല്ലാരെയും സഹായിക്കാൻ വേണ്ടിട്ട് ഞങ്ങളെല്ലാരും ഉണ്ട്. അതാരാ? എല്ലാരും ഉണ്ട്, നമ്മളെല്ലാരും ഉണ്ട് ചേട്ടനെ സഹായിക്കാനും നിങ്ങളെ കാര്യങ്ങൾ നോക്കാനൊക്കെ വേണ്ടിയിട്ട്. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഇതെല്ലാം ശരിയാവും. ചേച്ചിയില്ലേ കൂടെ എല്ലാത്തിനും സഹായിക്കാൻ വേണ്ടിട്ട്? അത് പെട്ടെന്ന് ശരിയാവും. ഓ വിഷമിക്കണ്ട. ഞാൻ എണീറ്റോട്ടെ ചേട്ടാ, എണീറ്റോട്ടെ. അണ്ണാ വെന്താ? ഇല്ല വെന്താ? ഓ ഇപ്പൊ കരടിയോ? അവിടെ നിക്ക്. ലക്ഷ്മി ചേച്ചി എവിടെ? ലക്ഷ്മി ചേച്ചി
ഇവിടെ നില്ല്, ഇവിടെ നില്ല്, ഇവിടെ നില്ല്. അയ്യോ തോന്നിക്കുന്നു. പോവല്ലേ, ഓടല്ലേ, ഓടല്ലേ, അനങ്ങാണ്ട് നിക്ക്. ഓടി. ആ, വരടാ, 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 ഓടി, വരൂ, നീ ഇവിടെ. അനങ്ങരുത്, 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 അനങ്ങരുത്. പതുക്ക, പതുക്ക. അനങ്ങരുത്, 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 അനങ്ങരുത്. കിടന്നോ, 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 ഇവിടെ കിടന്നോ. ഓടിക്കോ, ഓടിക്കോ, ഓടിക്കോ. ഓട്, അങ്ങോട്ട് ഓട്, ഓടിക്കോ. കരടി വേണേ, കരടി. ഓടല്ലേ, ഓടല്ലേ, ഓടല്ലേ. എന്റെ പൊന്നെ, എന്തൊരു ഓട്ടോടെ എന്നാ ഇത്. പതുക്കെ, 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 പതുക്കെ. നമ്മളെ കുടുംബത്തിലെ ഒരു അംഗത്തിന് തന്നെ ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ ഫലമായിട്ട്, അതായത് നമ്മുടെ കുടുംബത്തിലെ അംഗത്തിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തിലെ ആൾക്കാർ അപേക്ഷിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ എപ്പിസോഡ് ചെയ്തത്. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്ങൽ നൽകുന്ന സമ്മാനം, ബി പൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം, സ്കിനാറ്റോ നൽകുന്ന സമ്മാനം, മണവും ഗുണവും രുചിയുമുള്ള ശരിയായ കായം BB കായം നൽകുന്ന സമ്മാനം, യൂട്ടൻസിൽ നോൺ സ്റ്റിക് കുക്ക് വെയർ നൽകുന്ന സമ്മാനം. ഇതിൽ കുക്കിംഗ് ഈസി ആൻഡ് പീസി.